നമസ്കാരം. പൊതുവെ ആൾക്കാർക്ക് വരുന്ന കുറേ സംശയങ്ങളുണ്ട് റെസ്യൂമേ റിക്രൂട്ട്മെൻറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ് റെസ്യൂമേ ആൻഡ് CV ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഞാൻ ഏതാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത്. ഞാൻ അതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ പ്രാക്ടിക്കലി ഉപയോഗിക്കുന്ന ഒരു ഭാഗം മാത്രം പറയാം. ജനറലി റെസ്യൂമേ എന്ന് പറയുന്നത് ജോബ് പേർപ്പസിനും CV എന്ന് പറയുന്നത് ഒരു ഹയർ സ്റ്റഡീസിൻ്റെ പേർപ്പസിനുമായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ടെക്നിക്കലി നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറയാവുന്നൊരു ഭാഗം. ആൻഡ് ഒരു ഡിഫറൻസ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ റെസ്യൂമേ ഒരു 1 to 2 പേജസിലൊക്കെ നമ്മൾ യൂഷ്വലി നിർത്തുകയും CV ക്യാൻ ബി ഡീറ്റെയിൽഡ് ആണ്, അപ്പോൾ ഒരു 4 to 5 പേജസ്. അപ്പോൾ നമ്മൾ ഒരു ഹയർ സ്റ്റഡീസിനൊക്കെ പോവുക എന്നുള്ളൊരു പേർപ്പസിലാണ്. ജനറലി അമേരിക്കയിലും മറ്റുമാണ് ഈ CV എന്നുള്ളത് ഈ ഒരു രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ പ്രാക്ടിക്കൽ കാര്യത്തെപ്പറ്റി പറയാമെന്ന് പറഞ്ഞത്, ഒരു റിക്രൂട്ടർ നിങ്ങളോട് CV എന്ന് പറഞ്ഞാലും റെസ്യൂമേ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. ജോലിയുടെ പേർപ്പസിനാണെങ്കിൽ CV എന്നുള്ള പേരിട്ട് വിളിച്ചാലും റെസ്യൂമേ എന്നുള്ള പേരിട്ട് വിളിച്ചാലും ദ തിങ് ഈസ് ദ സെയിം. അതിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. സോ CV എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് പോലെയുള്ള ഒരു 4-5 പേജ് നീണ്ടു നിൽക്കുന്ന ഒരു ഡോക്യുമെൻ്റ് അല്ല നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ജോബിൻ്റെ പേർപ്പസ് ആണെങ്കിൽ CV എന്നുള്ളൊരു പേരിട്ടിട്ടാണെങ്കിൽ ദാറ്റ് ഈസ് സ്റ്റിൽ റെസ്യൂമേ. ഓക്കെ, അപ്പോൾ നമുക്ക് പൊതുവേ ഏതൊരു കൺട്രീസിലാണെങ്കിലും ഒരു ജോബിൻ്റെ പേർപ്പസിനാണെങ്കിൽ ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ സെയിം ആണ്. ഈ നമ്മൾ യൂറോപ്പ CV എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈവൻ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും ജനറലി നമ്മുടെ നോർമൽ റെസ്യൂമേ തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. യൂറോപ്പാസ് വേണമെന്ന് നിർബന്ധമുള്ള സ്ഥലങ്ങളൊക്കെ മാത്രം വളരെ ചുരുക്കമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ബാക്കിയെല്ലാം ലോകത്ത് എവിടെയാണെങ്കിലും നമുക്ക് ഈ റെസ്യൂമേയുടെ ഒരേ ഒരു സ്ട്രക്ചർ തന്നെ ഫോളോ ചെയ്യാം. സോ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ നമുക്കത് അല്പം വേണമെങ്കിൽ എലാബറേറ്റ് ചെയ്യാം എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു ജോലി നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ തരത്തിൽ ഒരു 2 or 3 pages ആണ് മാക്സിമം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളൊരു വളരെ സീനിയർ പ്രൊഫഷണൽ ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് 3 പേജസിലേക്കൊക്കെ പോവാം. അതല്ലെങ്കിൽ ഒരു 2 പേജസിൽ ലിമിറ്റ് ചെയ്യാം. നമ്മളതിൽ ഉൾപ്പെടുത്തുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് വിത്ത് പ്രൊഫൈൽ സമ്മറി, നിങ്ങളുടെ എക്സ്പീരിയൻസസ്, ക്വാളിഫിക്കേഷൻസ്, സ്കിൽസ്, അത് കൂടാതെ എന്തെങ്കിലും അഡീഷണൽ കോഴ്സസ്, അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് ഓർ അഡീഷണൽ സ്പെസിഫിക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സ്കിൽസ്, ദെൻ വളരെ ബേസിക് ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത്ര മാത്രമേ നമ്മൾ ഉൾപ്പെടുത്താറുള്ളൂ. അത് എക്സ്പീരിയൻസ് അനുസരിച്ച് ലെങ്ത് വ്യത്യാസം വരുന്നെന്ന് മാത്രം. സോ ഈ ഒരു സംഗതിയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇട്ട് വിളിക്കാം. സോ യൂഷ്വലി നമ്മളുടെ പ്രാക്ടിക്കൽ സെൻസിൽ രണ്ടും സെയിം ആണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഡിഫറൻസസ് ഒന്നുമില്ല. സോ ആ ഒരു കൺഫ്യൂഷൻ ഇനി ഉണ്ടാവാതെ മുന്നോട്ട് പോവാം. സോ അത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ വളരെ സിമ്പിളായിട്ട് പറയാനായിട്ടുള്ളത്. ഇതുപോലെയുള്ള മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ആൻഡ് റെസ്യൂമേ സർവീസസ്, ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്കർ തുടങ്ങിയ സർവീസസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്.